പല പ്രാവശ്യം തോറ്റു ഗൈസ്. തോറ്റ് ഒരു ദിവസം ജയിക്കും എന്ന് പറയുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരു കാര്യം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അത് നമ്മൾ അതിലെത്താനായിട്ട് ഏതറ്റം വരെ നമ്മൾ പോകണം. എന്തും നമ്മൾ ചെയ്യാൻ തയ്യാറായിരിക്കണം. ഹലോ പീപ്പിൾ, വെൽക്കം ടു മൈ ചാനൽ. കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. എനിക്ക് പിന്നെ വ്ളോഗൊന്നും ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. വ്ളോഗ് അങ്ങനെ ചെയ്തിട്ടുമില്ല. വ്ളോഗ് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പിന്നെ വെറുതെ ഒരു വ്ളോഗ് ചെയ്യുന്നതിനെക്കാട്ടിലും എന്തെങ്കിലും മീനിങ് ഫുള്ളായിട്ട് കാണുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞ് ഞാൻ തുടങ്ങാം. എൻ്റെ പേര് ആദിത്യൻ സുനിൽ, നാട് തിരുവനന്തപുരത്താണ്. പ്രായം ഞാൻ പറയുന്നില്ല. പിന്നെ ഇപ്പം നിലവിൽ ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്യണം എഡിറ്ററായിട്ട്. ഒരു 5 വർഷമായിട്ട് എഡിറ്ററായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എഡിറ്ററാണ്, ഡയറക്ടറാണ്, പാട്ട് പാടും അത്യാവശ്യം. അങ്ങനെ ചെറിയ കുറച്ച് കഴിവുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ പോവുകയാണ്. എന്താകുമെന്ന് അറിയില്ല. അമേരിക്കൻ ഫ്ലാഗ്, വേറെന്തോ ഫ്ലാഗ്, ഹോണ്ടയുടെ ഫ്ലാഗാണ്. ഗൈസ്, വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ബൈക്കൊക്കെ ഞാൻ കണ്ടു. അതുകൊണ്ട് ഞാൻ അതിലോട്ട് അട്രാക്റ്റഡായി പോയി. പിന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലൊക്കെ എൻ്റെ മുമ്പിൽ വന്നാലും ഞാൻ പെട്ടെന്ന് വ്ളോഗിങ് ഓഫ് ചെയ്തു. ഞാൻ വ്ളോഗ് ചെയ്യുന്ന ആരും അറിയാതിരിക്കാനായിട്ട്. സോ ബേസിക്കലി ഞാൻ 5 വർഷമായിട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യണം. എൻ്റെ ഒരു മെയിൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഒരു ഡയറക്ടർ ആവുക എന്നുള്ളതാണ്. ഒരു ഫേമസ് ഡയറക്ടർ ആവുക, നല്ല സിനിമകൾ മെയിൻ ലക്ഷ്യം എന്നൊക്കെ പറയാം. അതാണ് എൻ്റെ മെയിൻ സംഭവം. അപ്പോൾ ഈ ചാനലിലൂടെ ഈ വീഡിയോ കാണുന്ന 1-2 പേരെങ്കിലും എൻ്റെ ഈ ജേണിയിലൂടെ ഒപ്പം എത്തിയാൽ അത്ര നല്ലതാണെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഈ ജേണിയുടെ കൂടെ വരാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്ര നല്ലതാണ് ഞാൻ കരുതുന്നത്. സോ നമ്മൾ ഉദ്ദേശിച്ച ചായക്കട ഇപ്പോൾ കാണാനില്ല. അത് ഇന്ന് ബക്രീദ് ആയതുകൊണ്ട് തന്നെ അവധിയാണ്. ഞാനിവിടെ നമ്മുടെ കത്രിക്കടയുള്ള OCBയിലാണ് സ്ഥിരം വരാറുള്ളത്. ആ കട ഇതെന്തോ ക്ലോസ്ഡ് ആണ് ബക്രീദ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് പനമ്പള്ളിയിലുള്ള ടീ ക്യാപിറ്റൽ കടയിലോട്ടാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബൈക്ക് എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ബൈക്കിൽ പെട്രോളില്ല. ഈ ചാനൽ ആക്ച്വലി ഞാൻ 2019 തുടങ്ങുന്നത്. അവിടെ എന്താ പറയുക, ഒരു സിനിമ മേക്കിങ്ങും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പോയി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സബ്സ്ക്രൈബേഴ്സ് വന്നു തുടങ്ങി. അതും പിന്നെ പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. പിന്നെ അതിനുശേഷം എന്താ പറയുക, ഞാൻ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. പിന്നെയും കുറേ വീഡിയോസ് ഇട്ടു. അതും ഒരു പോയിന്റ് അപ്പോൾ ഞാൻ നിർത്തി. ഈ ഇടയ്ക്ക് ഞാൻ 30 Days 30 Films എന്നുള്ളൊരു സീരീസ് വരെ തുടങ്ങി. അതും വെറും 15 ദിവസമായപ്പോൾ ഞാൻ നിർത്തേണ്ടി വന്നു. അങ്ങനെ പല പ്രാവശ്യം ട്രൈ ചെയ്ത് ഫെയിൽ ചെയ്തൊരു ചാനലാണിത്. സോ ഒന്നും കൂടെ ഞാൻ വേറൊരു രീതിയിൽ ഈ ചാനൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആണെങ്കിൽ വേണമെങ്കിൽ കരുതാം ഈ വ്ളോഗ്. സിനിമ താല്പര്യമുള്ള, സിനിമ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എൻ്റെ ഈ സിനിമയിലോട്ടുള്ള ജേണിയുടെ ഭാഗമാകാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ വരാമെന്നുള്ളതാണ്. ഈ ഒരു ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തും ഷെയർ ചെയ്തുമൊക്കെ എൻ്റെ ഈ ജേണിയുടെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അത്ര സന്തോഷമാണ്. അത് 1-2 പേരായാലും മതി, കുഴപ്പമില്ല. ആരൊക്കെയാണോ കാണുന്നത്, ഈ വീഡിയോ ഇതുവരെ കാണുന്ന ആരൊക്കെയാണോ നിങ്ങൾക്ക് ഈ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും സ്ക്രിപ്റ്റഡ് ആയിട്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എൻ്റെ മനസ്സിൽ വരുന്ന എന്താണോ അതേപോലെ പറയുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. ഞാൻ ഒരു 18 വയസ്സായപ്പോഴാണ് ഞാൻ തുടങ്ങിയത്. സിനിമ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു 18-ാം വയസ്സിലാണ്. ആ സമയത്ത് ഇതേപോലെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലൊരു വർക്ക്ഷോപ്പ് ഉണ്ടാവുകയും അവിടെ പോയി ഞാൻ ആ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുകയും അതെല്ലാം കണ്ട് എനിക്ക് എന്താ പറയുക, സിനിമയുടെ ഒരു പാഷനും ഒരു ഇഷ്ടമൊക്കെ വന്നു തുടങ്ങി. അത് ചെയ്യണം, അതിലെന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമൊക്കെ വന്നു തുടങ്ങി. ആദ്യം ആക്ടിങ് ആയിരുന്നു, പിന്നെയാണ് ഡയറക്ഷനിലുമ്പിലോട്ടും എഡിറ്റിങ്ങിലോട്ടൊക്കെ യാദൃശ്ചികമായിട്ട് വന്നത്. എഡിറ്റിങ്ങിലോട്ട് വരുന്നത് തന്നെ ഈ യൂട്യൂബ് ചാനൽ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് എഡിറ്റിംഗ് എന്താ പറയുക താല്പര്യം വന്നു തുടങ്ങിയത് തന്നെ. അപ്പോൾ എവിടെയെങ്കിലും എത്തിയെന്ന് വെച്ചാൽ എന്തൊക്കെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഉദ്ദേശിച്ചിടത്ത് ഞാൻ എത്തിയിട്ടില്ല. ആ ഒരു യാത്രയിലാണ്. ഇപ്പോൾ ഈ ചായ പിടിക്കാൻ പോകുന്ന പോലെ തന്നെ ആ ഒരു യാത്രയിലാണ്. പിന്നെ ഇപ്പോൾ സിനിമയുടെ പുറകെ നടക്കുമ്പോൾ എന്തായാലും അതിൻ്റേതായൊരു കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതൊന്നും ഞാനിങ്ങനെ എല്ലാമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ
മേ ബി പോവാ പറയാമെന്നല്ലാണ്ട് എല്ലാം ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ കൊച്ചിയിൽ എങ്ങനെ പോയാലും രാത്രി ഒരു 12 മണിക്ക് ശേഷം എവിടെയെങ്കിലും ഒരു വെളിച്ചം കാണുന്നുണ്ടെങ്കിൽ അതൊന്നെങ്കിലും ഒരു ഫിലിം മേക്കർ ആയിരിക്കണം, ഏതെങ്കിലും ഒന്നൊരു ഫിലിം മേക്കർ ആയിരിക്കണം. കാരണം അത്രയും മാത്രം ഫിലിം മേക്കേഴ്സും ആക്ടേഴ്സും ആസ്പയറിങ് ആക്ടേഴ്സും ഒക്കെ ഉള്ളൊരു സിറ്റിയാണ് കൊച്ചി. എന്തായാലും എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ഈ കൊച്ചി സിറ്റിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. സിനിമ ചെയ്യണം, അതിലോട്ട് എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെ തന്നെ ഉണ്ട്. സോ അതിലോട്ട് എന്താ പറയുക, ഒരുമിച്ച് എത്താൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ കൂടെ കൂടാം എന്നാണ്. എനിക്കും അവരുടെ കൂടെ കൂടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കാണുമല്ലോ. ചിലർക്ക് ഇപ്പം നല്ലൊരു വീട് വെച്ച് ഒരു കല്യാണമൊക്കെ കഴിച്ച് നല്ലൊരു കുടുംബമായിട്ടൊക്കെ ജീവിക്കണം, 2 പിള്ളേരൊക്കെ വേണം, അതൊക്കെ ആയിരിക്കും അവരുടെ മെയിൻ ആഗ്രഹം. അല്ലെങ്കിൽ കരിയറിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം, അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ട്. എല്ലാം ഈ 2 ആഗ്രഹങ്ങളും ഒരുമിച്ചുള്ള ആൾക്കാരും ഉണ്ട്. ബട്ട് അപ്പോൾ എൻ്റെ ഒരു മെയിൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിനിമ തന്നെയാണ്. അതെൻ്റെ ഒരു വല്ലാത്തൊരു ആഗ്രഹമാണെന്ന് വേണമെങ്കിൽ പറയാം. എത്ര വർഷമായി എൻ്റെ പുറകിൽ. അത് വെറുതെ ഒരു ആഗ്രഹം മാത്രമല്ല, അതായത് ഒരു ലെഗസി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇവിടെ നിന്ന് മരിച്ച് മണ്ണടിഞ്ഞ് പോയാൽ പോലും നമ്മൾ ചെയ്തു വെച്ച എന്തെങ്കിലും ഒരു കാര്യം ഈ ഭൂമിയിലുണ്ടാവും. അതാണ് സിനിമ. അതാണ് എന്നെ സംബന്ധിച്ച് സിനിമ. അതാണ്. നിലവിൽ കുറച്ച് ഷോർട്ട് ഫിലിംസ്, റീൽസ്, മ്യൂസിക് വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സിനിമയായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഒരു സിനിമയിൽ സിനിമയിൽ വർക്ക് ചെയ്യാൻ അവസരം കിട്ടി. പക്ഷേ ആ സിനിമ നടക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആ അവസരവും പോവുകയാണ് ചെയ്തത്. പല പ്രാവശ്യം തോറ്റു ഗൈസ്. തോറ്റ് ഒരു ദിവസം ജയിക്കും എന്ന് പറയുമല്ലോ, ആ ഒരു ഇതിലാണ്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ പലരും നമ്മളെ വിശ്വസിക്കില്ല. നമ്മളതിലെത്തോ ഇല്ലേ എന്നൊന്നും നമുക്ക് പലരും വിട്ടിട്ട് പോവും, പലരും നമ്മളെ കുറ്റപ്പെടുത്തി പറയും. നമുക്ക് ചിലപ്പോൾ വേണ്ടപ്പെട്ടവർ തന്നെ അങ്ങനെ പറയും. പക്ഷെ അതൊന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കാരണം നമുക്ക് ആഗ്രഹിച്ച് ഒരു കാര്യമാണ്, നമ്മൾ ലൈഫിൽ എത്തിപ്പെടണം അല്ലെങ്കിൽ നമുക്ക് ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരു കാര്യം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അത് നമ്മൾ അതിലെത്താനായിട്ട് ഏതറ്റം വരെ നമ്മൾ പോകണം. എന്തും നമ്മൾ ചെയ്യാൻ തയ്യാറായിരിക്കണം. നമ്മുടെ കാർത്തിക് മച്ചാൻ്റെ വ്ളോഗിൽ പറയുന്ന പോലെ ഡെയർ ടു ഡ്രീം എന്നുണ്ടല്ലോ, ആ ഡ്രീം ചെയ്യാനൊരു ധൈര്യം വേണം. നമ്മളൊരു കാര്യത്തിന് മുന്നോട്ടിറങ്ങുമ്പോൾ പല തടസ്സങ്ങളുണ്ടാകും. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങി, ഞാൻ സ്ഥിരം പോകുന്ന കട OCB ഇല്ല. അതുകൊണ്ട് ഞാനത് ഓർത്തുമില്ല. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഓർത്ത്. ഞാൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഇത് നടന്ന് ഇവിടെ എത്തുമെന്നോ, നടന്ന് ടീ ക്യാപ്പിലോ പനമ്പള്ളി ടീ ക്യാപ്പിൽ വരെയാണ് പോകുന്നത്. അത്ര ദൂരം ഞാൻ നടക്കേണ്ടി വരികയാണ്. അതിനിടയിലാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. ആക്ച്വലി രസമുണ്ട്, നമ്മൾ ഒരാൾ സംസാരിച്ച് നടക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത്ര വർഷമായതുകൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ സക്സസ്ഫുള്ളായിട്ടുള്ള പല ആൾക്കാരുടെയും ലൈഫ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവർ പല വർഷം എടുത്ത് പല സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ അവർ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തന്നെ പല സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ടാണ് അവരെത്തിയിട്ടുള്ളത്. അല്ലാണ്ട് വെറുതെ പെട്ടെന്നൊരു ദിവസം അവരവിടെ എത്തിപ്പെട്ടതല്ല. നമ്മളൊക്കെ സംബന്ധിച്ച് നമ്മളൊന്നുമല്ല, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കൂടെ ഈ ജേർണിയിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്, വഴിയെ ഞാൻ പരിചയപ്പെടുത്താം. സിനിമയിലോട്ടുള്ള ദൂരം കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. എപ്പോഴെങ്കിലും എത്തുമായിരിക്കുമല്ലേ, എത്തിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അത് ഇറന്നുകൊണ്ടല്ല, അതൊരു ലാൻഡ്മാർക്ക് പോലെയാണ്. കാരണം ഞാൻ ഈ വ്ളോഗ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഇതാണ് വേണ്ടത്, എനിക്കിതാണ് ചെയ്യേണ്ടത്, ഒരു അഫോർമേഷനാണ്. അപ്പം നിങ്ങളും റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളും ഇതേപോലെ എന്താ പറയുക, ഒരു അഫോർമേഷനായിട്ട് ഈ കമൻറ്റ് ബോക്സിൽ പറയുകയാണ്. നമ്മൾ ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ഇന്നൊരു കാര്യം എൻ്റെ ലൈഫിൽ വേണം എന്ന് നിങ്ങൾ. അപ്പോൾ ഞാനും എൻ്റെ ആഗ്രഹം ഞാൻ കമൻറ്റ് ബോക്സിലിടും. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നമുക്ക് ഒരുമിച്ച് ഈ ജേർണി മുന്നോട്ട് കൊണ്ടുപോകാം. ആരോ വന്ന് ഗൈസ്, എൻ്റെ ഉള്ളിലെ ഇൻട്രോവേർട്ട് പുറത്തു വന്നു. വേറെ ആരും ഇല്ലല്ലോ റോഡിൽ. ഗൈസ്, അങ്ങനെ നമ്മൾ പനമ്പള്ളി ഓൾമോസ്റ്റ് എത്താറായി. ടീ ക്യാപിറ്റൽ കൊച്ചിയിലുള്ളവർക്ക് മിക്കവർക്കും അറിയാമെന്നുള്ളൊരു ചായക്കടയാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ചായക്കടയാണ്. നല്ല അടിപൊളി ചായയും കടികളൊക്കെയാണ്. നല്ലൊരു സ്പേസാണ് അവിടെ. നമുക്ക് റോഡും വായി നോക്കാം, ആൾക്കാരെയും വായി നോക്കാം, ചായ പിടിക്കാം. അങ്ങനത്തെ ഒരു നല്ല മൂടുള്ളൊരു ചായക്കടയാണ്.
എൻ്റെ ഫേവറേറ്റ് OCV ആണ്. ഞാൻ പിന്നെ അടുത്ത വീഡിയോസ് എപ്പോഴേക്കും ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ പരമ്പള്ളി എത്തിയിരിക്കുന്നു ഗൈസ്. ആ വളവിലാണ് നമ്മുടെ ചായക്കട. കാണിച്ചു തരാം. ഈ റോഡിൽ കൂടെ സൂക്ഷിച്ച് കിടന്നില്ലെങ്കിൽ ആൾക്കാർ നമ്മളെ ഇടിച്ചിട്ടുകൊണ്ട് പോവും. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ സൂക്ഷിച്ച് പോവുക. നമ്മുടെ ചായക്കട എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് വ്ളോഗ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അടി കിട്ടും. അപ്പോൾ ചായ കുടിച്ചിട്ട് ഞാൻ വരാം. ചായക്കട ഷൂട്ട് ചെയ്യാത്തതെന്ന് വെച്ചാൽ ചിലപ്പോൾ അടി കിട്ടും, പറയാൻ പറ്റില്ല. നമ്മൾ വേറെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ക്യാമറ നോക്കി, അല്ല ക്യാമറ അതുപോലെ ഫോൺ തന്നെയാണ്. എന്നാലും അവരുടെ പെർമിഷൻ ഇല്ലാതെ എടുക്കുന്നത് മോശമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാത്തത്. മെയിനായിട്ട് പ്രശ്നം വരുന്നത് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാണ്. കാരണം എല്ലാവർക്കും ഉള്ളവരെ തന്നെയാണ്. നമ്മുടെ ചിലവുകൾ നടന്നു പോകാനും ഫുഡ് കഴിക്കാനും സ്റ്റേക്കായാലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളതായ വഴികൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് അതിൻ്റെ സൈഡായിട്ട് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതെനിക്ക് അത്ര വർക്കൗട്ടായിട്ട് തോന്നിയില്ല. വേറെ അതുകൊണ്ടല്ല, നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ മൊത്തമായിട്ട് അതിൽ നമുക്ക് അതിന് 100% എഫേർട്ട് അതിലിടാൻ കഴിയണം. എന്നാൽ മാത്രമേ നമ്മളതിൽ നിൽക്കാവൂ എന്നാണ് എൻ്റെ ഒരു ഇത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മറ്റേ 2 ഉള്ളതിന് കാല് ചോട്ടിയവരായിപ്പോവും. അപ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് അറിയാമല്ലോ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഒരു സമാധാനമുണ്ട്. നമുക്ക് വേണ്ട ഒരു കാര്യത്തിനാണ് നമ്മൾ നിൽക്കുന്നത്, അതിന് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളൊരു സമാധാനമുണ്ട് നമുക്ക് മനസ്സിൽ. പക്ഷെ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ അത് കുഴപ്പമില്ല, അത് മാറും. അതൊരു സമയമാകുമ്പോൾ മാറിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കാര്യങ്ങളോടെ പറയാനുണ്ട്. അതായത് ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ സിനിമ ആസ്പയർ ചെയ്യുന്ന ആളാവണമെന്ന് മാത്രമല്ല, അങ്ങനെ നിർബന്ധമല്ല. പക്ഷെ അങ്ങനത്തെ ആൾക്കാർ കൂടെ വന്നാൽ അത്ര സന്തോഷമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പേഴ്സണലി. അങ്ങനത്തെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവണം, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഒരു ലൈക്ക് മൈൻഡായിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് വരുമ്പോൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും. അപ്പം അതും ഒരു ലക്ഷ്യമാണ്. പക്ഷേ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ സിനിമ ചെയ്യണം അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാവണമെന്ന് മാത്രം ഇല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവരാവാം, അല്ലെങ്കിൽ മേ ബി എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടവരാവാം, എന്ത് വേണമാവാം. സോ യു ആർ ഓൾവേസ് വെൽക്കം. ചായ കുടിച്ചിട്ട് വയ്യ ഗൈസ്, നടന്നത് കുറച്ചധികം ഇത്രയും ദൂരം നടക്കണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ദേഹം അനങ്ങുന്നത് നല്ലതാണ്. എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഇരുന്നല്ലേ നമ്മൾ പണിയെടുക്കുന്നത്. ഇതാണ് ഗൈസ് നമ്മുടെ ആലപ്പുഴ ജിങ്കാന ഷൂട്ട് ചെയ്ത സ്പോട്ട്. ഈ ഒരു ഏരിയയാണ്. നിങ്ങൾ പടം കണ്ടവർക്ക് മനസ്സിലാവും. ഗൈസ് ഞാൻ വരുന്ന വഴിക്ക് ഒരു ചേട്ടനെ കണ്ടു. പുള്ളി ടിപ്പ് ടോപ്പായിട്ടുള്ള ഡ്രസ്സാണ്. ഷർട്ട് ടക്ഡിൻ, ഫുൾ സ്ലീവാണ്, കയ്യിലൊരു വാച്ചുണ്ട്, പിന്നെ ഷൂസുണ്ട്. പുള്ളി ഒരു ബാഗൊക്കെ തൂക്കി ഒരു ബെഞ്ചിലിങ്ങനെ കിടന്നുറങ്ങുകയാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക പുള്ളിയുടെ ലൈഫ് എന്തായിരിക്കും അല്ലേ, എന്തുകൊണ്ടായിരിക്കും പുള്ളി അവിടെ വന്ന് കിടക്കുന്നത്, എന്തവസ്ഥ കൊണ്ടായിരിക്കും പുള്ളി ഒന്ന് അവിടെ കിടക്കുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ തീരെ കാണുമ്പോൾ നമുക്ക് തീരെ ഫിനാൻഷ്യലി ഒട്ടും ഇല്ലാത്ത ഒരാളെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലായി. ഇത് പക്ഷെ അങ്ങനെയല്ല. പുള്ളി എന്താണെന്ന് അറിയില്ല, എനിക്ക് എന്തോ ചോദിക്കാനും തോന്നിയില്ല. പുള്ളി നല്ല ഉറക്കത്തിലായിരുന്നു. ഇങ്ങനെ ചില ആൾക്കാരെ നമ്മൾ കാണുമ്പോഴേ നമ്മളെ ലൈഫായിട്ട് ചിലപ്പോൾ കമ്പയർ ചെയ്യും നമ്മൾ എന്തുമാത്രം ലക്കിയാണ്. കാരണം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ പോയി എൻ്റെ കട്ടിലിൽ നല്ല മെത്തയൊക്കെ വിരിച്ച് നല്ല ഷീറ്റൊക്കെ വിരിച്ച് നല്ല ഫാനൊക്കെ കൊണ്ട് ഫാനിലെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നല്ല സുഖമായിട്ട് പുതുകടിയൊന്നും കൊള്ളാണ്ട് നല്ല സുഖമായിട്ടാണ് ഞാൻ കിടന്നുറങ്ങാൻ പോകുന്നത്. പക്ഷെ പുള്ളിക്കൊന്നും അത് പറ്റില്ല. നമ്മളെ ചില കാഴ്ചകൾ നമ്മളെപ്പോഴും ഹമ്പിൾ ചെയ്യണം, ഹമ്പിളായിട്ട് ഇരിക്കണം. കാരണം എപ്പോഴാണ് നമ്മുടെ ലൈഫ് നല്ലതിനോ ചീത്തയ്ക്കോ മാറാൻ പോകുന്നതിനോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഉള്ളത് നമ്മൾ ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കണം. നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി കഷ്ടപ്പെടണം, അതിനുവേണ്ടി പണിയെടുക്കണം. ഗായ്സ് ഈ വ്ളോഗ് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇതുവരെ കണ്ട എത്ര ആൾക്കാരുണ്ടെന്നും എനിക്കറിയില്ല. പക്ഷെ കണ്ടവരുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് ടിൽ നൗ. ഇനിയും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വ്ളോഗ്സ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ജേണി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ ഈ ജേണി വരാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡ്രീംസും നിങ്ങളുടെ ആഗ്രഹങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിടുക. ഒരു പിൻ പോയിൻ്റ് എന്നുള്ള ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്തിടുക. നമുക്ക് ഒന്നേന്ന് തുടങ്ങാം അല്ലേ? അപ്പോൾ
ശരി ഗൈസ്, എല്ലാം പറഞ്ഞ പോലെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കാണാം. ബൈ.